പ്രീമിയം പ്രൈസ് ആണെങ്കിൽ ഇത് അത്ര നല്ല വണ്ടിയല്ല, നല്ല പ്രൈസ് ആണെങ്കിൽ ഇത് നല്ല പ്രീമിയം വണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ലളിതമായിട്ട് പറയാൻ പറ്റുക. അതായത് ഇരയോടൊപ്പം എന്നാൽ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. മാത്രമല്ല ലോങ് പോകുമ്പോൾ 120+ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡ് ഇങ്ങനെ മുന്നിൽ കിടക്കുകയാണ്. നമുക്ക് ചവിട്ടി വിടാൻ തോന്നും, പക്ഷേ ചവിട്ടി വിടുമ്പോൾ ചാർജ് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ത്വരയിൽ നമ്മൾ നോക്കുമ്പോൾ. നമസ്കാരം, ഇത് മാരുതി സുസുക്കി ഈ വിറ്റാര. മാരുതിക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല, ഇത് സുസുക്കിയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ. പക്ഷേ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ നിന്നാണ് ലോകത്തെമ്പാടും കയറി പോകുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയുക, ഇത് ഇനീഷ്യൽ ഇംപ്രഷനാണ്, ഫസ്റ്റ് ഇംപ്രഷനാണ്, കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ്. എന്നാൽ ഇവിടെ അത് അങ്ങനെയല്ല. ഞാൻ ഈ കാറ് ഓടിച്ചു. ഇവർ ഓൾ ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ ഗോസ് ഇലക്ട്രിക് അങ്ങനെ പറഞ്ഞിട്ട് 4 വശത്തേക്ക് 4 വണ്ടികൾ വിട്ടപ്പോൾ അതിൽ കാശിരംഗ പോയ വണ്ടി തുടങ്ങി വെച്ചത് ഞാനാണ്. ഇൻഫാക്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. അപ്പോൾ അന്ന് ആ വണ്ടി കുറച്ച് ദൂരം ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രൈവിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ വിറ്റാരയെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് വണ്ടിയുടെ കാര്യങ്ങളും കുറച്ച് കഥകളൊക്കെയാണ്. അപ്പോൾ ഈ വിറ്റാരയെ വിശദമായിട്ട് പരിചയപ്പെടാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യ മാരുതി അല്ലെങ്കിൽ ഇന്ത്യയും മാരുതി നമ്മൾ ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യ ഇലക്ട്രിക് ആവണമെങ്കിൽ മാരുതി ഇലക്ട്രിക് ആവുമെന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇമ്പോർട്ടൻ്റാണ്. ഇവർ പ്രൈസ് പറഞ്ഞിട്ടില്ല, പ്രൈസിന് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഇതൊരു പ്രോമിസിംഗ് ആയ വണ്ടിയാണോ, ഇവർ പറഞ്ഞ റേഞ്ച് കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വിശദാംശങ്ങളിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം, ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാണ്. വരൂ നമുക്ക് ഈ വിറ്റാരയെ വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഈ വിറ്റാര എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വിറ്റാരയാണ്. ഇതിന് കാണുമ്പോൾ ഷേപ്പ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ കാര്യം പറയണം. എനിക്കെൻ്റെ ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഒരു യൂറോപ്യൻ വണ്ടിയുള്ള ലുക്കുള്ള ഒരു മാരുതി സുസുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്, ജിംനി പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ പോലെ ഇവിടെ നിന്ന് കയറി പോകുന്നൊരു വണ്ടിയാണ് ഈ വിറ്റാര. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. അതായത് അന്ന് ഓടിച്ചപ്പോൾ കിട്ടിയ റേഞ്ച് എന്താ, അന്ന് ഞാൻ ബുദ്ധിമുട്ടിയത് എവിടെയാണ്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റി, ആ കാര്യങ്ങൾ പറയണം. ഈ വണ്ടിയുടെ സവിശേഷതകൾ പറയണം, ഇതെങ്ങനെയുണ്ടെന്ന് പറയണം, ഒപ്പീനിയൻ പറയണം. അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വരൂ നമുക്ക് ഈ വിറ്റാരെ നടന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ഓടിക്കാം. ഒറ്റ നോട്ടത്തിൽ ഈ വിറ്റാരയ്ക്ക് ഒരു യൂറോപ്യൻ ചായ ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ നിർമ്മിത വണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടി എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമായിട്ട് കാണാം. ഓക്കെ, ഡിസൈൻ ചെയ്ത് സുസുക്കി ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലാണല്ലോ നിർമ്മിക്കുന്നത്. പാനൽ ഗ്യാപ്പുകളുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ LED ഹെഡ് ലാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഹെഡ് ലാമ്പ്സ് കാണാൻ ഭംഗിയുണ്ട്. അത് കണക്ട് ചെയ്തേക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വെച്ചിട്ടാണ് ഒരു പീസിൽ. അതിൻ്റെ നടുവിൽ SNL ലോഗോ കട്ട് ചെയ്ത് വെച്ചത് ഒരു ഇത്തിരി ഭംഗിയായിട്ട് തോന്നി. ബമ്പറുകളിൽ ഒരുപാട് എലമെൻറ്റുകളുണ്ട്, കട്ടിങ് ഉണ്ട്, ക്രീസിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഒരുപാട് എലമെൻറ്റുകളെന്ന് പറയാം. പിന്നെ റഡാർ സെൻസറുകളും 360 ക്യാമറയും കാണുന്നുണ്ട്. അത്യാവശ്യത്തിന് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തോന്നി. എനിക്കിതിൻ്റെ മുൻവശം കാണുമ്പോഴേ ഒത്തിരി ഒരു മെച്യൂർഡ് ആയിട്ട് ലുക്കായിട്ട് തോന്നുമെങ്കിലും ചില ഇടങ്ങളിൽ ഒരു എക്സ്പ്രസോ ലുക്ക് പലയിടത്തും തോന്നിയെന്ന് പലരും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്തോന്ന് നിങ്ങൾ പറയൂ. പിന്നെ ബോണറ്റിൻ്റെ മുകളിൽ കൊടുത്ത ഈ ലൈൻസൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരിത്തിരി ബൂസ്റ്റ് കുടിച്ച എക്സ്പ്രസോ ആണെന്ന് തോന്നിയോ? അത് തോന്നണ്ട, കാരണം ഫിറ്റ് ആൻഡ് ഫിനിഷും വണ്ടിയുടെ ഒരു സ്വഭാവമൊക്കെ കാതങ്ങളിലകലെയാണെന്ന് പറയാം. ഇവിടെ ഒരു ബൾജ് കൊടുത്തും ഈ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊക്കെ കാണാനായിട്ട് കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. എയറോ വൈപ്പേഴ്സ് കൊള്ളാം, വലിയ ഗ്ലാസ് ഏരിയയാണ്. അഡാസ് ക്യാമറയ്ക്ക് കൊടുത്തേക്കുന്ന ഡീഫോക്കർ ലൈൻസ് ഉണ്ടല്ലോ, നല്ലതാണ്. സ്റ്റിൽ അഡാസിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മുകളിലേക്ക് വരുമ്പോൾ സൺറൂഫാണ്. സൺറൂഫ് എന്ന് പറയുന്നത് പനോരമിക് അല്ലാന്ന് പോട്ടെ, സൺറൂഫേ അല്ല, അതൊരു മൂൺ റൂഫാണ്. പിന്നെ ഈ ബമ്പർ ബ്ലാക്ക് ഫിനിഷിലാണ്. ഒരിത്തിരി ചീപ്പോ ക്വാളിറ്റി പോലെ തോന്നി, പക്ഷേ പെയിൻ ഫിനിഷ് കൊള്ളാം. ഇവിടെ ലൈറ്റിൻ്റെ ഉള്ളിൽ കൊടുത്ത കുഞ്ഞു കുഞ്ഞു എലമെൻറ്റുകൾ കൊള്ളാം. ഫോഗ് ലാമ്പ് കാണാൻ ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ മുന്നിൽ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ഈ വിറ്റാര, അല്ലേ? അല്ലേ? ആണോ? വശങ്ങളിൽ നോക്കുമ്പോൾ ഒരിത്തിരി മസിൽമാനാണ് ഈ വിറ്റാര. ഇവിടുത്തെ ഒരു വലിയ ബോഡി ബൾജും പിന്നെ താഴെ കൊടുത്ത ബ്ലാക്ക് ലാഡിങ് ആണെങ്കിലും ലൈൻസ് ആണെങ്കിലും ഡോറുകളുടെ പാനൽ ഷട്ട് ഗ്യാപ്പ് ആണെങ്കിലും എല്ലാം ഇതിനെ ഒരു വലിയ മസിൽമാൻ എന്ന രൂപത്തിലേക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഡോർ ഹാൻഡിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡോർ ഹാൻഡിൽ റിക്കറ്റ് സെൻസർ അവിടെ ഇവിടെയും കണ്ടു. ബ്ലാക്ക് ആൻഡ് ചെയ്ത മാറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുള്ള ബി പില്ലറും ഈ താഴെ കൊടുത്ത ഈ ഭാഗമൊക്കെ പെട്ടെന്ന് നരക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഷാർക്ക് ഫിന്നാണ് ആൻറ്റിന. മുകളിൽ അവർ ഒരു റൂഫ് റെയിലിനുള്ള ഹുക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൺ റൂഫില്ല, റൂഫ് റെയിലോ നിങ്ങൾ കാരിയറോ എന്തുകൊണ്ടും വെച്ചോ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഈ വീലുകൾ, അതായത് വലിയ വീലുകളാണ്, എയറോ ഡിസൈനുള്ള വീലുകളാണ്. നിങ്ങൾക്ക് ഈ വീൽ കപ്പില്ലാത്ത കാണണോ? വണ്ടിയെ നഗ്നനായിട്ട് കാണണോ? ഇതേ കണ്ടോ? ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ഈ വീലിൻ്റെ സൈസ് കൂടി പറയണം. ഇതിൻ്റെ സൈസ് എന്താ? 225/55 R18 സൈസാണ്. ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. മുന്നിൽ മക്ഫേഴ്സൺ സെറ്റ് തന്നെയാണ് ക്രാഡിൽ ഫ്രെയിമിൽ. ഓക്കെ, റൈഡ് ക്വാളിറ്റിയെ കുറിച്ചുകൊണ്ട് ഓടിക്കും പറയാൻ. എന്തായാലും ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി. ഓക്കെ, അത് ഓൾ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് ഓൾറെഡി കൊടുക്കണം. 2 വീൽ ഡ്രൈവ്, അപ്പോൾ അത് മാറ്റാതിരുന്നേക്കാണ്. കൊള്ളാം. ഇവിടുത്തെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയില്ലേ, 18 വീല് റൈഡ് തരുന്നത് പ്ലഷ് ആണോ? കണ്ടെത്തും, അന്വേഷിക്കാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഭാഗം ഒരിത്തിരി ചെറുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇൻഫാക്റ്റ് സ്ഥലം കുറവും. അതിലേക്കും വരാം. ഡൽഹിയിൽ നല്ല മഞ്ഞാണ്, അല്ലെങ്കിൽ ഫോഗാണ്. ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്ന കാര്യം സംശയം. ഓക്കെ, അതൊരു ഫാക്റ്റായിട്ട് പറഞ്ഞാണേ. ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി കൂടി പോഷ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികളുടെ റിയർ ലുക്ക് കൊടുക്കാനായിട്ട് മാരുതി ശ്രമിച്ചിട്ടുണ്ട് ഈ വിറ്റാരയ്ക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഗ്ലാസ് ഏരിയ ചെറുതാണ്, അതിൽ തന്നെ വൈപ്പർ ഡിഫോഗർ, ഇവിടെ ലൈറ്റ് കാണാം. ഞാൻ ഈ അടുത്ത് വിക്ടോറിയസിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലൈറ്റ് ഉണ്ടല്ലോ, അത് ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് അകത്തേക്ക് റിഫ്ലക്ഷൻ അടിക്കും താഴെ കൂടെ വന്നിട്ട്. ഇവിടെയും അതിന് സാധ്യത കാണുന്നുണ്ട്, കാരണം അത്രയും സ്ലോപ്പാണത്. വൈപ്പർ മുഖ്യം ബിയിലെ വൈപ്പറുണ്ട്. ഈ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ക്ലിയറൻസ് ലൈറ്റ് ആണെങ്കിലും അകത്ത് കൊടുത്ത എലമെൻറ്റുകളൊക്കെ കാണാൻ ഭംഗിയാണ്. സുസുക്കി ഈ വിറ്റാരയുടെ ഈ ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ വണ്ടിയാണിത്. ബ്ലൂ എന്ന് പറയുന്നത് ആ ലോഗോയാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ബമ്പറിൽ നമ്മുടെ കട്ടിങ് എല്ലാം കാണാം, അല്ലെങ്കിൽ വലിയ ബമ്പറാണെന്ന് കാണാൻ. താഴെ റിഫ്ലക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ബൂട്ടിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിനകത്ത് ബൂട്ട് സ്പേസ് ഉണ്ട്. നല്ല ബൂട്ട് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യത്തിന് വേണ്ടുന്ന ബൂട്ട് സ്പേസേ ഉള്ളൂ. ആ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ സ്പെയർ വീൽ കാണാം. ആ സ്പെയർ വീലും ഈ ബൂട്ട് സ്പേസും കൂടി ചേർന്നിട്ട് അധികമായിട്ടുള്ള സ്പേസ് ഇല്ലാത്തൊരു EV എന്ന് പറയുന്നത്. പിന്നെ ഫ്ലോർ ഉയർന്നുകൊണ്ട് അകത്ത് തൈ സപ്പോർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിലേക്ക് വരാം. ഈ പ്ലാസ്റ്റിക് എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇവിടെ 2 സാധാരണ സ്റ്റട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് നമുക്കറിയില്ല. പ്രൈസ് വരുമ്പോഴേ ഇവരിത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് അറിയുള്ളൂ. പ്രൈസ് കൂടുതലാണെങ്കിൽ ഇതൊരു കുറവാണ്, എന്നാൽ പ്രൈസ് കുറവാണെങ്കിൽ ഇത് മതി എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്ന് പൊക്കി നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പൊക്കാനായിട്ട് എന്നെ ഈ പാഡ് സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇതിൽ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. സീറ്റ് ഫോൾഡ് ചെയ്താൽ അത്യാവശ്യം സ്പേസൊക്കെ വരും, അല്ലെങ്കിൽ സ്പേസൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ പറയും ഇതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് ലുക്കില്ലാത്തത്. എനിക്ക് ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലും റിയറും ഫ്രണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരിത്തിരി അപ്പ് മാർക്കറ്റായിട്ടുള്ള ഒരിത്തിരി പ്രീമിയം ആയിട്ടുള്ള മാരുതിയാണെന്നുള്ളത് ഇതിൻ്റെ ലുക്കിൽ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാപ്പുകളൊക്കെ. ഇവൻ എന്തോ ഗ്യാപ്പുകളൊക്കെ കൺസിസ്റ്റൻ്റ് ആണെങ്കിലും ഗ്യാപ്പുകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ ലൈറ്റിലൊക്കെ അത് കണ്ടറിയാണ്ട്. കാരണം ഈ ഭാഗം കണ്ടോ, ചേർന്ന് നിൽക്കുന്ന ഭാഗം ഈ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതും ഇത് ഉയർന്ന് നിൽക്കുന്നതും തമ്മിലുള്ള കണക്ഷൻ തന്നെ ഒരിത്തിരി പ്രശ്നമാണ്. ഓക്കെ, ആ താഴത്തെ റബ്ബർ ബുഷ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ച് കയറ്റിക്കും. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ആ പാനൽ ഗ്യാപ്പ് കൂടും. ഒന്നുകിൽ പാനൽ ഗ്യാപ്പ് അല്ലെങ്കിൽ ഫിനിഷിങ് തോന്നും. എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോ? സുസുക്കി ഈ വിറ്റാര, സുസുക്കി ഈ വിറ്റാര എന്ന ഇലക്ട്രിക് വിറ്റാര. ഈ പിൻസീറ്റിൽ നിന്നാവട്ടെ തുടക്കം ഞാൻ വിചാരിച്ചു. പ്രീമിയം കാറുകൾക്ക് വേണ്ടി വരുന്ന ഈ കർട്ടനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടിക്കാനില്ല. സൺ റൂഫ് ഫ്രണ്ടിലായതുകൊണ്ട് ഇവിടെ ഒരിത്തിരി ഇരുട്ട് തോന്നുന്നുണ്ട്, കാരണം ബ്ലാക്കാണ് റൂഫ് ലൈനിങ്. ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുളത്ത് കാണാം, കോട്ടൂക്ക് കാണാം. ഈ സീറ്റ് നമുക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അത് പുതിയതാ. 2 സീറ്റും പറ്റുമേ. അതായത് നമുക്ക് മുന്നോട്ടാക്കാൻ പറ്റും. ഞാൻ ഈ സീറ്റ് കുറച്ച് മുന്നോട്ടാക്കിട്ടെ. ഓക്കെ, മുട്ടിയിരിക്കട്ടെ. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് പോസ്റ്റർ. എനിക്ക് ലെഗ് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബൂട്ട് സ്പേസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല, ബൂട്ട് സ്പേസ് വേണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് പിന്നോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയത് തൈ സപ്പോർട്ടിൻ്റെ കുറവും കാല് വയ്ക്കാനുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ കുറവുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉയർന്നിരിക്കുന്നൊരു ഫീൽ ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ബാറ്ററി താഴെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഫ്ലാറ്റ് ഫ്ലോറാണ്, അതൊരു ഗുണം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഇരിപ്പ് പ്രശ്നമാണ്. കുറച്ച് നീക്കി വെക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇനി സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനും പറ്റും ആവശ്യം പോലെ. അത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു പൊസിഷനിൽ വെക്കാം എന്നുള്ളൊരു ഗുണമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം വേണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൻഡറിൻ്റെ നടു സീറ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഡിഫൻഡറിൻ്റെ നടു സീറ്റിലൊരു വേരിയൻ്റ് അറിയാൻ പോകും. വേണമെങ്കിൽ നടു സീറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നിലെ സീറ്റ് കിട്ടും. അമേരിക്കയിൽ ഇവിടെ അല്ല, ഇവിടെ കിട്ടും എനിക്കറിയില്ല. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ നമുക്ക് ആംറസ്റ്റ് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സീറ്റാക്കാം. അത് തന്നെയാണ് ഇവിടെയും. വലിയ ആംറസ്റ്റാണ്, നല്ല ആംറസ്റ്റാണ്. ഈ ആംറസ്റ്റ് വയ്ക്കുമ്പോൾ പ്രശ്നം എന്താ അറിയോ? ഇവിടെ ഒരു വലിയ ഒരു ഹോള് കാണാം. ബാക്കിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എത്തി നോക്കാം, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ആംറസ്റ്റാണോ പ്രിഫർ ചെയ്യുന്നത്, സീറ്റാണോ? എനിക്ക് ആംറസ്റ്റാണ്. സീറ്റായി. സീറ്റ് ഉണ്ടെങ്കിൽ ആംറസ്റ്റില്ലെങ്കിൽ സീറ്റില്ല. അത്ര സിമ്പിളായിട്ട് പറയാം. സീറ്റ് ബെൽറ്റുകളുണ്ട്, 3 ബക്കിൾ ചെയ്തേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീപ്പ് സൗണ്ട് ഉണ്ട്, അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് അയച്ചിട്ട് നോക്കാം, വണ്ടി ഓടിക്കുമ്പോൾ എന്താ അവസ്ഥ? ബീപ്പ് സൗണ്ട് ഉണ്ടാവും. വേണ്ട, അയച്ചിട്ടുണ്ട്, പിന്നെ നോക്കാം. പിന്നെ ബോട്ടിൽ ഹോൾഡർ, ഡോർ പാഡിൻ്റെ തീം, ഈ ഒരു ഷോൾഡറിലേയും കുറച്ച് ഉയർത്താറുണ്ട്. നമുക്ക് കൈ ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഉയർത്തായി തോന്നും. ഓക്കെ, ഒരിത്തിരി ഇരുണ്ട ഇടമാണ് ഈ പിൻസീറ്റ്. ഒരിത്തിരി ഇരുണ്ട ഇടവും ഒരിത്തിരി സ്പേസ് കുറവാണ്. സീറ്റിൻ്റെ ബാക്കിൽ ഇവിടെ പോക്കറ്റില്ല, അവിടെ പോക്കറ്റുണ്ട്. ഹെഡ് റെസ്റ്റ് കണ്ടോ. AC വെൻറ്റുകളും പോർട്ടുകളും കാണാം. ഒരു സീ പോർട്ടും ഒരു സാധാ പോർട്ടും ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. പിന്നിൽ അതാണ് അവസ്ഥയെങ്കിൽ മുന്നിൽ കുറച്ചുകൂടി ലളിതമാണ് കാര്യങ്ങൾ എന്ന് തോന്നും. ലളിതമല്ല, പക്ഷേ സീറ്റിന് വീതി കുറച്ച് കുറവുണ്ട്. ഇവിടെയുമുണ്ട് ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ പ്രശ്നം. പക്ഷേ സീറ്റിന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എനിക്കെൻ്റെ നല്ല ഡ്രൈവിംഗ് പോസ്റ്റർ കിട്ടി, അല്ലെങ്കിൽ പൊസിഷൻ കിട്ടി. എന്ന് വെച്ചാൽ എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ടൊരു വണ്ടിയാണ് മാരുതി സുസുക്കി ഈ വിറ്റാര. സ്റ്റിയറിംഗ് 2 സ്പോക്കാണ്. എനിക്ക് മാരുതി സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടോ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സറൗണ്ട് അല്ലെങ്കിൽ റൗണ്ടുള്ള സ്റ്റിയറിംഗ് ഇഷ്ടം. ഇത് മുകളിലും താഴെ ഡബിൾ ഡി കട്ടൊക്കെയാണ്.
എന്തായാലും ഇവർ കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വണ്ടികൾക്കും വ്യത്യസ്തമായ സ്റ്റിയറിംഗ് ആണെന്നുള്ളത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ടാറ്റ പോലെ എല്ലാ സ്റ്റിയറിംഗും ഒന്നല്ല, മറ്റുള്ള ബ്രാൻഡുകളെ പോലെ. ഡാഷ്ബോർഡ് ഒരു ഇത്തിരി യൂറോപ്യനാണ്. അല്ലെങ്കിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി കൂടി ഒരു മാരുതി ലൈക്ക് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റുകളാണെങ്കിലും അതല്ല, അതിൻ്റെ ഉള്ളിലത്തെ AC വെൻറ്റുകൾ ചുറ്റും കൊടുത്ത ഫിനിഷിംഗ് ആണെങ്കിലും ഡോർ പാഡിൽ കയറി നിൽക്കുന്ന ഭാഗമാണെങ്കിലും എല്ലാറ്റിനും ഒരിത്തിരി പ്രീമിയം ഫീൽ ഉണ്ട്. ഇവൻ ദോ മുകളിൽ അല്ലെങ്കിൽ എന്തായാലും മുകളിൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, അതൊരു ചീപ്പായിട്ട് തോന്നി. ഈ സ്ക്രീനും അല്ലെങ്കിൽ ഈ ക്ലസ്റ്ററും ലളിതമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച ഒരു സ്ക്രീനല്ല, ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച ഒരു ഡിസ്പ്ലേയുമല്ല. അത് രണ്ടും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഉപയോഗിക്കാത്ത എന്താണ് ആ ഡ്രൈവിൽ നിന്ന് പലരും ചോദിച്ചു. അതിന് കാരണം എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. C പോർട്ടും ഉണ്ട്, സാധാ പോർട്ടും ഉണ്ട്. സാധാ പോർട്ടിലാണ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ വർക്ക് ചെയ്യുക. എൻ്റെ കയ്യിൽ C കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ കുത്തിടാൻ പറ്റില്ല. വയർലെസ് കണക്ട് ചെയ്ത് എൻ്റെ ഷൂട്ട് നടക്കില്ല. അതുകൊണ്ട് ഞാൻ കുത്തിയിടാതെ യൂസ് ചെയ്താണ്. ഇതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ക്രംസ് കണ്ടു. ബ്രെഡ് ക്രംസ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ IT ഭാഷയാണ്. നമ്മളൊരു മെനുവിലെത്തിയാൽ ആ മെനുവിലേക്ക് വന്ന വഴി മുകളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് നല്ലതാണ്. പിന്നെ ഈ ഡിസ്പ്ലേ കൊടുത്ത 3 സെറ്റിങ്സിൽ അല്ലെങ്കിൽ 3 കഷ്ണങ്ങളിൽ 3 വിഡ്ജറ്റിലെല്ലാം കാണാമെന്നുള്ളതും കാര്യമാണ്. ഇപ്പോൾ വെഹിക്കിൾ സെറ്റിങ്സാണ് നമുക്ക് കൂടുതൽ കാണാനുള്ളത്. വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് EVയുടെ എനർജി ഫ്ലോയും ഹിസ്റ്ററിയും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ടൈമർ ഓഫ് ചാർജിങ് ഒക്കെ കാണാമെന്ന് വെച്ചാൽ 70 kWh ചാർജിങ് ഉണ്ട് ഇതിനകത്ത്. ഞാൻ 70 kWh റിസീവിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു വണ്ടി കൂടെയാണ് ഈ വിറ്റാര എന്നുള്ളതാണ്. EV എന്ന് പറയുന്ന മോഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, EVയിൽ നമുക്ക് ചാർജ് റീജനറേഷൻ ബൂസ്റ്റ് കാണാം. ഒറ്റ സ്വിച്ചേ ഉള്ളൂ, അത് കണ്ട ഒരു സ്വിച്ചേ ഉള്ളൂ തോന്നണ്ട. പക്ഷേ അവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മീഡിയോ അല്ലെങ്കിൽ ലോവോ ഹൈയോ ആക്കാം. ഞാൻ മിക്കവാറും ലോ ആക്കിയാണ്, ഹൈ ആക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒരു പ്രശ്നം കണ്ടത് ടാറ്റ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളെ പോലെ സീറോ റീജനറേഷൻ ഇല്ല. എനിക്ക് സീറോ റീജനറേഷൻ വേണം. നമ്മൾ കോസ്റ്റ് ചെയ്യുമ്പോൾ ഹൈവേയിൽ പോകുമ്പോൾ ഒരു 100 km സ്പീഡ് ആയി കഴിഞ്ഞാൽ കാലെടുത്താൽ അതേ സ്പീഡിൽ റെസിസ്റ്റൻസ് ഇല്ലാണ്ട് പോകാനായിട്ട് സീറോ റീജനറേഷൻ വേണം. അത് മാരുതി കൊടുത്തിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ലോങ് ഡ്രൈവിൽ. പക്ഷേ ഇത് ബ്രേക്കിന് അല്ലെങ്കിൽ ആ ഒരു എൻജിൻ ബ്രേക്കിംഗ് പോലെ യൂസ് ചെയ്യാനുള്ളത് ഗുണമായിട്ട് തോന്നി. അതാണ് EVയിലെ ഒരു മെയിൻ ഫാക്ടറായിട്ട് പറയാനുള്ളത്. പിന്നെ ചാർജ് എന്ന് പറയുന്നത് എത്ര ചാർജ് ഉണ്ടെന്നുള്ളതും എങ്ങനെയാണ് ചാർജിങ്ങിൻ്റെ ടൈമർ എന്നുള്ളതും ചാർജിങ് കറണ്ട് എത്ര വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മാക്സ് വേണോ, 16 ആമ്പ് വേണോ, 8 ആമ്പ് വേണോ, അല്ലെങ്കിൽ ട്രാക്ഷൻ ബാറ്ററി ടെമ്പറേച്ചർ എന്താണ് ചെയ്യേണ്ടത്, കൂളിംഗ് ഹൈ ടെമ്പറേച്ചറിൽ കൂളിംഗ് ആവശ്യമുണ്ടോ, ബാറ്ററി റൈസിങ് ടെമ്പറേച്ചർ, കോൾഡ് വെതർ ബിഫോർ ക്വിക്ക് ചാർജിങ്. അത് തണുപ്പത്ത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിത്തിരി ടെമ്പറേച്ചർ കയറ്റാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വെഹിക്കിളിൽ പറയാനുള്ളത് ഇതിൻ്റെ ഈ സെറ്റിങ്സിനകത്ത് പറയാനുള്ളത് അഡാസാണ്. അഡാസിനകത്ത് ലൈൻ കീപ്പ് അസിസ്റ്റ് വലിയ സുഖമായിട്ട് തോന്നിയില്ല, പക്ഷേ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, വണ്ടി യൂറോപ്പിനാണ്, ലൈൻ കീപ്പ് അസിസ്റ്റും യൂറോപ്പിനാണ്. ഇന്ത്യയിലത്തെ റോഡുകൾ അത്ര കാര്യമായിട്ട് വായിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമായിട്ട് പറയാനില്ല. ഡ്യുവൽ സെൻസർ ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ ഉണ്ട്. ഈ ലെയിൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ ഞാൻ ഓഫ് ചെയ്തിട്ട് ഓണാക്കി വണ്ടി ഓണാക്കി വീണ്ടും ആയി. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. BSM എന്ന് പറയുന്നത് അറിയാമല്ലോ, BSM എന്ന് പറയുന്ന കാര്യങ്ങളും അതുപോലെ റിയർ ക്രോസ് ട്രാഫിക് അലർട്ടും ESPയും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും അഡാപ്റ്റീവ് ഹൈ ബീം ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിൻ്റെ വണ്ടിയുടെ കാര്യങ്ങളായിട്ട് പറയാം. ഇപ്പോൾ ആപ്പാണെങ്കിലും ഒരുപാട് കുത്തി നിറച്ചിട്ടില്ലെങ്കിലും ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് വയർലെസ് ആണെന്നുള്ള ഗുണമാണ്. ക്ലൈമറ്റിൻ്റെ ഫുൾ മെനു എന്ന് പറയുന്നത് സ്ക്രീനിലാണ്. ഇപ്പോൾ നമുക്ക് വെന്റിലേറ്റർ സീറ്റ് ഓണാക്കണമെങ്കിൽ ഞാൻ അകത്ത് തന്നെ പോകണം. അതുപോലെ റീജനറേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ അകത്ത് തന്നെ പോകണം. ബട്ടൺസ് കുറേ അധികം ഉപേക്ഷിച്ചിട്ടുണ്ട് മാരുതി. അത് കുറച്ചുകൂടി ബട്ടൺസ് വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങളുടെ തോന്നൽ നിങ്ങൾ പറയൂട്ടോ. മീഡിയയിൽ സെറ്റിങ്സ് കാണാം, അതുപോലെ സൗണ്ട് സെറ്റിങ്സ് കാണാം. ഓക്കെ, ടിപ്പിക്കലി മാരുതിയാണ്, കുറേ അധികം കാര്യങ്ങളില്ല. നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് നോക്കി കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കുറച്ച് വെന്റിലേറ്റർ സീറ്റ് അകത്ത് വെച്ചതും റീജൻ്റെ കാര്യമൊക്കെ ഉള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഈ സ്ക്രീൻ നമ്മുടെ കാഴ്ചയെ മറക്കുന്നില്ല. നമ്മൾ ബോണറ്റ് കണ്ടുകൊണ്ടാണ് ഓടിക്കുന്നത്. ഇൻഫിനിറ്റിൻ്റെ സ്പീക്കറാണ്. സൗണ്ട് ക്വാളിറ്റി എനിക്കിഷ്ടപ്പെട്ടു. വലിയ ഒരു സൗണ്ട് ക്വാളിറ്റി ടാറ്റ കൈൻഡ് ഓഫ് സൗണ്ട് ക്വാളിറ്റി പറയാനില്ല, എന്നാലും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഈ ഫ്രെയിംലെസ് അല്ലെങ്കിൽ ബെസൽലെസ് ആയിട്ടുള്ള മിറർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ബോർഡർ ഉണ്ട്, എന്നാലും കാണാൻ ഭംഗിയുണ്ട്. ഇതിൽ കുറവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ സൺവൈസറിൽ ലൈറ്റില്ല എന്നുള്ളതും, അതൊരു യൂറോപ്യൻ മാരുതിയല്ല, അത് ഇന്ത്യൻ മാരുതിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, 2 സൺവൈസറിൽ മിറർ കൊടുത്തിട്ട് നിങ്ങളുടെ വൈഫിനും അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റുകൾ കാണാം. ഇപ്പോൾ സൺറൂഫിൻ്റെ ഷെയ്ഡ് നമ്മൾ കൈ കൊണ്ട് അടയ്ക്കുന്നത്, അല്ലാണ്ട് സൺറൂഫ് നമുക്ക് തുറക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു മോട്ടറൈസിന് ആവശ്യം ആക്കിയിട്ടില്ല. ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഒന്നും മുഴയുമ്പോൾ നിൽക്കുന്ന ഡിസൈൻ കാണാൻ യൂറോപ്യനാണെന്ന് പറഞ്ഞു. അതിൽ ഈ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ AC സ്വിച്ചുകളൊക്കെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിക്ടോറിയസിൽ കണ്ട പോലെ തന്നെയാണ് ഇതിനകത്ത് ഓട്ടോ എന്നുള്ള സ്വിച്ച് നമുക്ക് ACക്കില്ല. അതിന് വേണ്ടി നമ്മൾ അകത്ത് തന്നെ പോകണം. പക്ഷേ ഈ ടോൾ സ്വിച്ചുകൾ കാണാനും ഭംഗിയുണ്ട്. പക്ക പ്രീമിയമാണ്. ലൈറ്റ് അപ്പും ചെയ്യുന്നുണ്ട്. താഴെ ഇവിടെ അതായത് ഈ സെൻറ്ററിൽ വലിയൊരു സെൻട്രൽ കൺസോൾ കൊടുക്കുന്നുണ്ട്. ഈ സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ഭംഗിക്ക് ഉപരി ഇതൊരു പ്രാക്ടിക്കൽ ലേഔട്ടാണ് തോന്നി. കപ്പ് ഹോൾഡർ, വയർലെസ് ചാർജിങ്, ഗിയർ സെറ്റിങ്സ് എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ റീജൻ, സ്നോ മോഡ്, ഡ്രൈവ് മോഡിൽ 3 മോഡുണ്ട്. ഈ ഡ്രൈവ് മോഡിലാണ് നമുക്ക് സ്പോർട്ട് മോഡ് ആക്കാൻ പറ്റുക. പിന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡും കാണാം. താഴെ കൊടുത്ത കൺസോളിൽ അല്ലെങ്കിൽ താഴെ കൊടുത്ത ആ ഒരു
സെക്ഷനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാനും പേഴ്സൊക്കെ വെക്കാനൊക്കെ പറ്റും, വാലറ്റൊക്കെ വെക്കാനും പറ്റും, ചാർജിങ് പോർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റിനകത്ത് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ആംറസ്റ്റ് നമുക്ക് നല്ല യൂസബിൾ ആയിട്ട് തോന്നി. അതായത് എൻ്റെ ഇപ്പോൾ ഡ്രൈവിംഗ് പോസ്റ്റിൽ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഉയർത്തി വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും യൂസ് കേസ് നല്ലതാണ്. അതുപോലെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കണ്ടു. ഇവിടെ ഈ ഒരു സീറ്റിൻ്റെ ഒപ്പം നിർത്തി നമുക്ക് സ്റ്റിയറിംഗ് അടുപ്പിച്ച് വെക്കാമെന്നുള്ളത് നല്ല ഗുണമായിട്ട് തോന്നി. ഇനി മീറ്റർ ക്ലസ്റ്ററിലേക്ക് വന്നാൽ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മീറ്റർ ക്ലസ്റ്ററിൽ എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ഇഷ്ടപ്പെടുന്നത് ക്ലാസിക്. പക്ഷേ ഇതിനകത്ത് ഒരു സൈഡിൽ മൊബൈൽ ഡിസ്പ്ലേ മാത്രവും ഒരു സൈഡിൽ വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം കൊടുത്തത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ട്രിപ്പ് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അവിടെ ആ ഡിസ്പ്ലേയിൽ മൊബൈലിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ മൊബൈൽ എന്താണ് പാടുന്നത്, മാപ്പ് ഉണ്ടോ, അതൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിലും അതൊരു ഫിക്സഡ് ആയിട്ട് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ വാട്ട് അവർ, അതായത് ഒരു കിലോമീറ്റർ പോകാൻ എത്ര വാട്ട് അവർ വേണം, അല്ലെങ്കിൽ ഒരു വാട്ട് അവറിൽ എത്ര കിലോമീറ്റർ പോകുന്നത് കാണിച്ചാൽ മതിയായിരുന്നു. അത് കാണിക്കുന്ന സംഗതി അപ്പുറത്തുണ്ട്. എന്നാലും കുറച്ചുകൂടിയൊക്കെ ഇൻഫർമേഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്താൻ തോന്നി. ട്രിപ്പിന് വേണ്ടി താഴെ കൊടുത്തുന്ന ഒരു മീറ്ററാണ്. അതായത് പെട്രോൾ കാറുകളെ പോലെ കാണുന്ന MID അല്ല, ഇതിന് ഒരു ഇലക്ട്രിക് കാറിൻ്റെ MID ആണ്. താഴെ നമുക്ക് റെഡി എന്നുള്ളതും ഗിയർ ഇൻഡിക്കേഷനും SOCയും ഒക്കെ കാണാമെന്നുള്ള. അപ്പോൾ സീറ്റിൻ്റെ വിടുത്ത് കുറവാണെങ്കിൽ ഇരിക്കാൻ സുഖമുള്ള സീറ്റാണ്. ഫങ്കി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ വിറ്റാരയ്ക്ക്. ഈ ആംറസ്റ്റിനും ഈ പീന ബ്ലാക്ക് ഫിനിഷിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. നമ്മുടെ കൈയിൻ്റെ പഴകളവിടെ വരും, ഗിയർ ഇടുന്നത് താത്തിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം പറയണം, ഇന്ത്യയിൽ ഞാൻ ഇതേവരെ ഓടിച്ച ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന, ഒരു ഫോൾ ഷിഫ്റ്റും ഇല്ലാത്ത, രണ്ടാമത് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാത്ത ഒരു കൺട്രോള് മാരുതി സുസുക്കി ഈ വിറ്റാരയ്ക്കാണ്. എനിക്ക് കണ്ണടച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കാണാറില്ല. അപ്പോൾ ഒരുപാട് ഹാർഡ് പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എലമെൻറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വണ്ടിയുടെ പ്രൈസ് നമുക്കറിയില്ല, അതുകൊണ്ട് പ്രൈസ് അറിയാത്ത കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നന്നായിട്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീമിയം വണ്ടിയാണ്, മോശമായിട്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഇതത്ര പ്രീമിയം വണ്ടിയല്ല. ഓക്കെ, ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പാണ്. അത് സാധാരണ ടിപ്പിക്കൽ മാരുതിയുടെ പോലെ പടയെന്ന് വീഴുന്നില്ല. ഒരു സ്പ്രിങ് ആക്ഷൻ കൊടുത്ത് എനിക്ക് നന്നായിട്ട് തോന്നി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇപ്പോൾ പെഡലുകൾ എന്ന് പറയുന്നത് സെലേറിയോയിലും അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടലിലും കണ്ട അതേ പെഡൽ തന്നെയാണ്, മാറ്റങ്ങളില്ല. ടോട്ടൽ പെഡലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വലതുവശത്ത് വ്യൂ എന്ന ക്യാമറ കാണാൻ കുറേ ഡമ്മി ബട്ടൺസ് ഉണ്ട്. ഇതിന് HUD കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് തടസ്സമുണ്ടോ? തടസ്സമില്ല. പിന്നെ 360 ക്യാമറ എങ്ങനെയുണ്ട്? ക്യാമറ എന്ന് പറയുന്നത് ആവറേജ് ക്വാളിറ്റി ക്യാമറയാണ്. അത്ര വലിയ ക്വാളിറ്റി അല്ല, ആവറേജ് ക്വാളിറ്റി ക്യാമറയാണ്. യൂസബിലിറ്റി ഉള്ള ഒരു ക്യാമറ എന്നേ പറയുള്ളൂ. ഞാൻ ഈ ഡോറൊന്ന് തുറന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ ആ റണ്ണിംഗ് ബോർഡ് കവറായിട്ടാണ് ഡോർ അടയ്ക്കുന്നത്. അപ്പോൾ താഴെ ഒരു പ്ലാസ്റ്റിക് പീസ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് അകത്തേക്ക് ചളിയൊന്നും വരുന്നില്ല, എന്നാലും ആ ചളി കയറുമ്പോൾ നമ്മുടെ പാൻറ്റിലാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് അടയ്ക്കുമ്പോൾ നോക്കി ആ റണ്ണിംഗ് ബോർഡ് കൂടി കവർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഈ ചാർജിങ് പോർട്ട് ഫെൻഡറിൽ വെച്ചേക്കുന്നത് ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ ബാക്കി കൂടി ഇതിനകത്ത് വെച്ചാണെന്നുള്ളത് ഇത്തിരി ബ്രില്യൻ്റായിട്ട് തോന്നി. അതായത് ഈ വണ്ടി ഒരു SUV ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ചുറ്റപ്പെട്ട് കിടക്കുന്നതിൻ്റെ കൂടെ അവരത് ചാർജിങ് പോർട്ടിലേക്ക് കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. മിറർ എടുത്തിട്ട് ചെറുതാണ്, പക്ഷേ 360 ക്യാമറ കാണാം. ഓക്കെ, ഇത് ഈ വിറ്റാരയാണ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് കാറാണ്. അതുകൊണ്ട് തന്നെ ബോണറ്റിനകത്ത് എന്താ, ബോണറ്റിനകത്ത് മോട്ടറിൻ്റെ കൺട്രോൾസൊക്കെ കാണാം. എസ്പെഷ്യലി ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. ഇവിടെ ഒരു പാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ റോഡ് നോയ്സ് കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഇതിനകത്ത് നമുക്ക് മോട്ടർ കാണാൻ പറ്റിയത് 61 kWh ബാറ്ററി ഉള്ള ടോപ്പ് എൻഡ് മോഡലാണ്. തൊട്ട് താഴെയുള്ളത് 49 kWh. അപ്പോൾ 2 നില ബമ്പറുള്ള ഈ വിറ്റാരയുടെ പവർ എന്താ? 144 HP ആണ് 49 kWh. അതുപോലെ 174 HP ആണ് ഈ 61 kWh. രണ്ടിനും ടോർക്ക് 193 Nm തന്നെയാണ്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. 543 km റേഞ്ചാണ് വണ്ടിക്കുള്ളത്. നമ്മളിത് ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഇതിനെനിക്ക് ഏറെക്കുറെ എത്ര റേഞ്ച് കിട്ടി അതേ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതെന്താണ് ഈ വണ്ടിയുടെ വലിപ്പമെന്ന്. എന്തായാലും ഞാൻ അതിൻ്റെ വീതിയും നീളവും ഉയരവും വീൽ ബേസും എല്ലാം കാണിക്കാം. റെഡി, സ്റ്റഡി, ഗോ. ഓക്കെ, 0 to 100 ടൈമിങ് ഞാൻ താഴെ എഴുതി കാണിക്കാം. അത് മാറ്ററല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 174 bhp പവറുള്ള 61 kWh ബാറ്ററി ഉള്ള ഈ വിറ്റാര, ഇതിനകത്ത് 193 Nm ടോർക്കുണ്ട്. അപ്പോൾ ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഗ്ലോബലി. ഇവിടെ അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. കാലം കൊടുത്താണ്ടോ, തുള്ളുന്നുണ്ടോ? ഇതാണ് അടുത്ത പോയിന്റ്. അത് സസ്പെൻഷൻ്റെ പോയിൻ്റാണ്. ഈ സസ്പെൻഷൻ്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ നല്ല സോഫ്റ്റും നല്ല കംഫർട്ടബിൾ ആണ് നമ്മൾ ബാഡ് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ. പക്ഷേ ഹൈവേ കയറി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരിത്തിരി അൺസെറ്റിലായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുഷിനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുക. നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാവുന്ന ഒരു സസ്പെൻഷനാണ് ഈ വിറ്റാരയ്ക്കുള്ളത്.
ഹാൻഡ്ലിങ്ങിൽ അത്ര മികവ് കാണിക്കണമെന്നില്ല. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 160 കിലോമീറ്റർ ആണ്, 160 km/h ആണ്. അത് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഓക്കെ, എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു ഡ്രൈവിൽ പറയാനുള്ളത് ഈ ഓൾ ഇന്ത്യ ഡ്രൈവിനെ കുറിച്ചാണ് കൂടുതൽ പറയാനുള്ളത്. അന്ന് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ത്യ ശരിക്കും ഇലക്ട്രിക് ആവാൻ തയ്യാറായി കഴിഞ്ഞു. അതിന് ഈ വിറ്റാര നല്ല ഒരു പങ്ക് വഹിക്കാനും സാധ്യതയുണ്ട്, പ്രൈസ് കറക്റ്റ് ആണെങ്കിൽ മാത്രം. ഇപ്പോൾ പ്രൈസ് കറക്റ്റാവാനുള്ള സാധ്യത തുലവും കുറവാണെന്ന് ഞാൻ പറയും. കാരണം അത്ര പെട്ടെന്ന് പ്രൈസ് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ വണ്ടി ഉണ്ടാക്കിയ വണ്ടിക്ക് അത്ര ഒരു വലിയ വിലക്കുറവിൽ നൽകാനും പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ഇതിന് പ്രൈസിങ് ഉണ്ടാവും. പ്രീമിയം പ്രൈസ് ആണെങ്കിൽ ഇത് അത്ര നല്ല വണ്ടിയല്ല, നല്ല പ്രൈസ് ആണെങ്കിൽ ഇത് നല്ല പ്രീമിയം വണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ലളിതമായിട്ട് പറയാൻ പറ്റുക. ആ യാത്ര ശരിക്കും ഒരിത്തിരി റഷായിരുന്നു. 4 മണിക്കൂർ ഓടിയെത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്, 4 മണിക്കൂർ ഓടിയെത്താന്ന് പറയുമ്പോൾ 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ വേണ്ടി ഞാൻ എടുത്ത ദൂരം എന്ന് പറയുന്നത് 320 കിലോമീറ്ററോളാണ്. അപ്പോൾ ആ 320 കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് ഗണ്ണിയായിരുന്നു. അങ്ങനെ ഓടിച്ചെത്തിയപ്പോൾ എനിക്ക് റേഞ്ച് 351 കിലോമീറ്ററാണ് കണക്ക് പ്രകാരം കിട്ടി. ഞാൻ കണക്ക് പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ലെഗിൽ 359. അങ്ങനെ നോക്കുമ്പോൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് പൊളിച്ചോടിച്ചാൽ 350+, മര്യാദയ്ക്ക് 70, 80, 90 ഓടിച്ചാൽ 450+ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടി. എഫിഷ്യൻസിയിൽ മാരുതിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബ്ലേഡ് ബാറ്ററി 61 kWh. എനിക്ക് തോന്നുന്നു മാരുതി സിറ്റി യൂസിന് വേണ്ടി മാത്രം വാങ്ങുകയാണ് നിങ്ങൾ ഈ വണ്ടിയെങ്കിൽ ആ 49 kWh വാങ്ങിയാൽ മതി. അത് പ്രൈസും കുറവുണ്ടാവും. ബേസ് മോഡലൊക്കെ ആ ഒരു പ്രൈസിനാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഓടിക്കാൻ അത്യാവശ്യം നല്ല സുഖമാണെന്ന് പറയാൻ പറ്റുക. അതായത് ഫൺ ഫാക്ടർ EV ആണ്, അതിൻ്റെ കൂടെ സുഖവുമുണ്ട്. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് B6 അവിടെ ഫണ്ടിൻ്റെ അങ്ങേയറ്റമായിട്ട് നിൽക്കുകയാണെന്നല്ല എല്ലാവരും പറഞ്ഞു. ഞാൻ ആ വണ്ടി കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നേ ഉള്ളൂ. എന്തായാലും ഇത് അന്നത്തെ ഒരു ഡ്രൈവിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആണ്, ഇതിൻ്റെ എർഗണോമിക്കലി പെർഫെക്റ്റ് ആണ്, റൈഡ് നല്ലതാണ്. ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല നേരത്തെ, അനുസരിച്ചില്ല. അത് വേണം സ്പോർട്സ് മോഡ് കുത്തിങ്ങട പൊന്ത് ആ നോസ് ഇങ്ങനെ പൊന്തുന്നതാണെന്ന് ഫീൽ കിട്ടുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ റോട്ടിൽ ഓടിക്കുമ്പോഴും നമുക്ക് കുഷിനിയായിട്ടുള്ള ഫീൽ, നല്ല ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇത്തിരി ബോഡി റോൾ ഫീൽ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബാറ്ററി താഴെ ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഗുണം ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ മക്ഫേഷൻ സെറ്റ്, ആ സബ് ക്രാഡിലൊക്കെ വെച്ചിട്ടുള്ള ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ള മക്ഫേഷൻ സെറ്റും ബാക്കിലത്തെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ കൂടി ചെയ്തിട്ടുണ്ട്. നല്ല റൈഡും നല്ല ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ തരേണ്ടതായിരുന്നു. പക്ഷേ റൈഡിന് വേണ്ടി ഹാൻഡ്ലിംഗ് കുറച്ച് കോംപ്രമൈസ് ചെയ്തെന്നുള്ളത് പറയാം. അങ്ങനെയാണ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അത്യാവശ്യം സോഫ്റ്റാണ്, എന്നാൽ അത്യാവശ്യം സ്റ്റിഫും ആണ് എന്നുള്ളൊരു കണക്ക് പറയാം. അതായത് ഇരയോടൊപ്പം എന്നാൽ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പോലെ പറയാവുന്ന കാര്യമാണ് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും. ഇതിൻ്റെ സ്റ്റിയറിംഗ് നല്ല ഫീഡ്ബാക്കും തരുന്നുണ്ട്. എനിക്കിതിൻ്റെ ഒരു ലൈൻ ചേഞ്ചൊക്കെ വളരെ ഈസിയായിട്ട് തോന്നി. ഈ ലൈൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ശല്യപ്പെടുത്തും, പിടിച്ച് നിൽക്കും, ഇങ്ങോട്ട് വേണം അങ്ങോട്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഓഫ് ചെയ്താൽ മതി. പക്ഷേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓണാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഓണാക്കുമ്പോൾ അത് വീണ്ടും അവിടെ തന്നെ പോയിട്ട് ഓഫ് ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. അല്ല, ഓഫ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അവിടെ ഓഫ് ചെയ്താൽ തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർവെൻഷൻ മാറുന്നതാണ്. അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് കാല് കൊടുക്കാം, നമ്മുടെ വണ്ടി പോയി, ആ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ കാല് കൊടുക്കണം. 120 ആണ് സ്പീഡ് ലിമിറ്റ്. അതുകൊണ്ട് ആരും സ്പീഡ് കൂടിയൊന്നും പറയണ്ട കേട്ടോ. 108 ഓവർടേക്കില്ലെങ്കിൽ ഞാൻ കയറും. വണ്ടിയുടെ ഒരു ഡ്രൈവബിലിറ്റി നല്ലതാണ്, റേഞ്ച് നല്ലതാണ്, ലോങ് ടൈം യൂസബിലിറ്റി നല്ലതാണ്. മൊത്തം ഇവർ 20,000 കിലോമീറ്ററോളം ഈ 4 വണ്ടിയും കൂടെ ഓടിയിട്ടുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചാർജിങ് നെറ്റ്വർക്കിനെ കുറിച്ച് പറയണം. ചാർജിങ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെക്സയുടെ ചാർജർ എല്ലാം പുതിയതാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. മാത്രമല്ല ഈ കേരളത്തിലല്ലാത്ത കാര്യം, നമ്മൾ ആഗ്രയിലൊക്കെ വരുമ്പോൾ 3 ഫേസ് കറണ്ട് എങ്ങനെ മാറ്റണമെന്നും സ്വിച്ച് മാറ്റണമെന്നും അറിയില്ല. അങ്ങനെ ഒരു 3 മണിക്കൂർ എനിക്കവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ മൊബൈൽ ആപ്പിൽ വെച്ച് തന്നെ ഞാൻ വേറെ ചാർജ് തിരഞ്ഞെടുത്ത് അവിടെ പോയിട്ട് ചാർജ് ചെയ്ത് കയറി പോകേണ്ടത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, വീണ്ടും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യ ഇലക്ട്രിക് ഇലക്ട്രിക് ആവാറായോന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചാർജറുകൾ കുറേ ഉണ്ട്, പക്ഷേ കറണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ്. മറ്റേ പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, ഞാൻ വാഷിംഗ് മെഷീൻ, ഞാൻ എല്ലാ തുണിയും കഴുകും, ഞാൻ ഫ്രിഡ്ജ് എല്ലാം തണുപ്പിക്കും, ഞാൻ വേറൊരു ഉപകരണം എല്ലാം ചെയ്യുന്ന പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പറയുന്നൊരു മീം കണ്ടില്ലേ, ഞാൻ ഇലക്ട്രിസിറ്റി, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതിപ്പോൾ ഇലക്ട്രിക് കാറിനും ബാധകമാണ്. ഇപ്പോൾ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിക് കാർ വാങ്ങാമെന്നുള്ള ഞാൻ പറയുന്നത്. ലാഭത്തിനെന്ന് പറയുമ്പോഴേ 20 ലക്ഷം രൂപ ഇലക്ട്രിക് കാറിന് വാങ്ങുന്നതിന് പകരം ഇവൻ വാഗണാർ വാങ്ങിയിട്ട് ബാക്കിയുള്ള കാശിന് പെട്രോൾ അടിച്ചാലും കൊള്ളാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക്. കാരണം ലോങ് പോകുമ്പോൾ 120+ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡ് ഇങ്ങനെ മുന്നിൽ കിടക്കുകയാണ്. നമുക്ക് ചവിട്ടി വിടാൻ തോന്നും, പക്ഷേ ചവിട്ടി വിടുമ്പോൾ ചാർജ് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ത്വരയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാലെടുക്കും, മെല്ലെ പോവും. അങ്ങനെ മെല്ലെ പോകുമ്പോൾ മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റീജനറേഷൻ്റെ ഒരു സെറ്റിങ്സിനകത്ത് ഇതിനകത്ത് 0 റീജൻ ഇല്ല, മീഡിയം അല്ലെങ്കിൽ ഹൈ നോർമലേ ഉള്ളൂ. അതിനെല്ലാത്തിനും ഒരു പിടുത്തമുണ്ട്. അപ്പോൾ പിടുത്തം കളഞ്ഞ് നമുക്ക് കോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ
ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഉയർന്നിരിക്കുന്ന ഷേപ്പും ഈ വൈപ്പറിൻ്റെ ചെറിയ ഭാഗം കാണാമെന്നുള്ളതും ഓക്കെ. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാം. അഡാപ്റ്റീവ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ലൈൻ കീപ്പേഴ്സ് ചോദിച്ചതാണ്. 81 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് വണ്ടി, പക്ഷേ യൂറോപ്യൻ വണ്ടിയാണ്, യൂറോപ്പിലെ ലൈനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം ഇന്ത്യയിലെ ലൈൻസ് എന്ന് പറയുന്നത് അത്ര വലിയ റീഡബിൾ ആയിട്ട് ഈ വണ്ടിക്ക് തോന്നിയിട്ടില്ല, പലപ്പോഴും ലൈൻ വിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ കാര്യമായിട്ട് പറയാം. ബ്രേക്കിംഗ് എല്ലാം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. അതായത് ഒരു അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സ്റ്റിയറിംഗിൻ്റെ മുകളിൽ കൈ വയ്ക്കാൻ പാടുണ്ട്. കാലില്ല, കൈ തിരിയോ നോക്കട്ടെ കേട്ടോ. കൈ വെച്ചാൽ തിരിയോ, കൈ വെച്ചില്ലെങ്കിൽ തിരിയോ. തിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ കാട്ട് കിടക്കും. എന്തായാലും ഈ ലൈൻ ഈ വണ്ടി കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലീനായിട്ട് തിരിഞ്ഞ് കണ്ടോ. അപ്പോൾ ഈ ലോങ് ഡ്രൈവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ വിറ്റാര മാരുതിക്ക് ഒരു പ്രോമിസിങ് കാറാണ്. യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ഇത്തിരി അപ്പ് മാർക്കറ്റ് ഫീലുള്ള ഒരു വണ്ടി മാരുതി ഇറക്കുകയാണ് സുസുക്കിയുടെ ഡെവലപ്മെൻറ്റിൽ. അങ്ങനെ ഇറക്കിയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ആ ലോങ് ഡ്രൈവ് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നത് ദേ സ്പോട്ട് ഓൺ എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. പ്രൈസിങ് കൂടി നന്നാവുകയാണെങ്കിൽ, പ്രൈസിങ്ങിൽ ഈ ഒരു കാര്യം വണ്ടി അത്യാവശ്യം അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇലക്ട്രിക് ആവാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. മാരുതി വന്നിട്ട് ആവാം എന്ന്, അല്ലെങ്കിൽ മാരുതി വന്നിട്ട് വാങ്ങാം ഇലക്ട്രിക് കാറെന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഈ വണ്ടി ആക്സസിബിൾ ആക്കാൻ പറ്റിയാൽ മാരുതിക്ക് ഒരു സക്സസ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത വണ്ടി ചെറു വണ്ടി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഞാൻ ഹാൻഡിലിൻ്റെ കാര്യം പറഞ്ഞത് ഈ തിരിവിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഈ തിരിവിൽ ഞാൻ വണ്ടി ആ റോള് കണ്ടോ, ബോഡി റോള് കണ്ടോ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയിട്ടും ഇതിലും പ്ലാന്റഡ് ആയിട്ട് തിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും ഏത് വണ്ടിയാണെങ്കിലും. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നത് ആ സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ടല്ലോ സസ്പെൻഷൻ്റെ ആ ഒരു കുഷിനി സൈഡ് ഉണ്ടല്ലോ, ആ കുഷിനി സൈഡ് ഈ തിരിവുകളെ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തിരിവുകളെ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിങ്ങിനെ നമുക്ക് ഒന്നുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ, കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നുന്ന വിധത്തിൽ വരുത്തുന്നുണ്ട് എന്നുള്ളേക്ക് തോന്നി. വിക്ടോറിയസ് പോണു. വിക്ടോറിയസിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബേസ് മോഡലാണത്. അതിൻ്റെ പിന്നിൽ വൈപ്പറില്ല. പിന്നിൽ വൈപ്പറില്ലാത്ത ബേസ് മോഡൽ മേടിച്ചാൽ കഷ്ടപ്പാടാണ് മക്കളെ, ആ ഗ്ലാസിൻ്റെ ഒരു ഫീലും വെച്ചിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി കാലം കൊടുക്കുകയാണ്. എനിക്ക് ഇവരുടെ ഓൾ ഇന്ത്യ ഡ്രൈവിൽ ഭാഗമാകാൻ പറ്റിയെന്നുള്ളത്, ഈ വണ്ടിയെ കുറച്ച് കൂടുതൽ അടുത്തറിയാൻ പറ്റിയെന്നുള്ളത്, സമയനഷ്ടം കൊണ്ട് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറപ്പിച്ച് പോയപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റിയെന്നുള്ളതൊക്കെ ഞാൻ ഗുണമായിട്ടാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഓടിച്ചപ്പോൾ ഒന്നുമില്ല, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാനും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു മൊത്തമുള്ള സ്വഭാവം എന്താണെന്ന് അറിയാനും മാത്രമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുക ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. അതുവരേക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടി കാലം കൊടുക്കുകയാണ്. ദേ പോണി വിറ്റാരാ കേട്ടോ.